ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. നമുക്കിന്ന് നമ്മുടെ കിച്ചണിൽ ഉപ്പുമാങ്ങ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. മാങ്ങയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലോണം മാങ്ങ ഉണ്ടാവും, അപ്പോൾ കുറേ ഇങ്ങനെ കൊഴിഞ്ഞ് പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു മൂപ്പ് പാകമാകുമ്പോൾ ജസ്റ്റ് ഒരു മാങ്ങൻ്റെയൊക്കെ മൂത്ത് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവുമ്പോൾ അതൊരു 10-25 പൊട്ടിച്ച് ഒരു ഭരണിയിൽ ഉപ്പിട്ട് വെക്കാം. ഭരണി വെച്ചാൽ നമ്മൾ ആദ്യം നല്ല ചൂടുവെള്ളത്തിൽ കഴുകി വെയിലത്ത് വെച്ച് നല്ലോണം ഉണക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ വെള്ളം നല്ലോണം തിളപ്പിച്ച് ആറിയ വെള്ളം വേണം. അതുപോലെ ഉപ്പ് അത് നല്ലോണം കല്ലുപ്പ് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഉപ്പ് മുൻപിട്ട് നിൽക്കും വേണം. അതപ്പോൾ നമുക്ക് ഈ മാങ്ങ ഒരു കൊല്ലത്തോളം ഈസി ആയിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. ഇതാണ് ഉപ്പുമാങ്ങ. അത് ഞാൻ കല്ലുപ്പിട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാറിയ വെള്ളം കൂടി വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. വീട്ടിലുള്ള മൂവാണ്ട മാങ്ങ തന്നെയാണ് എടുത്ത് പൊട്ടിച്ച് വെച്ചത്. താഴത്ത് വീഴാത്ത മാങ്ങ വേണം എടുക്കാനായിട്ട്. താഴ്ത്ത് വീണ് കഴിഞ്ഞാൽ മാങ്ങയ്ക്ക് ഒരു ചതവ് വരും. ചതവ് വന്നു കഴിഞ്ഞാൽ വെള്ളത്തിൽ തന്നെ ഇരുന്ന് ചീഞ്ഞ് പോവും. അത് തന്നെ നമ്മൾ കൈ കൊണ്ട് പൊട്ടിച്ചിട്ട് വേണം മാങ്ങ പൊട്ടിക്കാനായിട്ട്. അപ്പം അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ഉപ്പുമാങ്ങ തയ്യാറായി. ഉപ്പുമാങ്ങ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂവാണ്ടൻ്റെ മാങ്ങ എടുത്തുള്ളത് അത് നമ്മൾ ഇങ്ങനെ മാവുമ്പം തന്നെ പൊട്ടിച്ചതാണ്. താഴത്തേക്ക് വീണ് കഴിഞ്ഞാൽ ചതവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപ്പാങ്ങയായിട്ട് എടുക്കുമ്പോൾ ഇതിന് ചീയും, പെട്ടെന്ന് തന്നെ ചീയും. അത് കാരണം നമ്മൾ കൈ എത്തിച്ച് പൊട്ടിച്ചതാണ്. അത് ഞെട്ട് ഇതിങ്ങനെ കളഞ്ഞാൽ മതി. എല്ലാതും ഇങ്ങനെ കത്തി കൊണ്ട് ചേത്തേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എല്ലാം വാങ്ങി ഇങ്ങനെ കഴുകി ചെറിയൊരു ചൂടുള്ള വെള്ളത്തിൽ കഴുകി എല്ലാ അഴുക്കും കളഞ്ഞ് നല്ലോണം തുണിയെടുത്ത് തുടയ്ക്കണം. ഓരോ മാങ്ങ എടുത്ത് കഴുകി ഇതിങ്ങനെ ഓരോന്നിങ്ങനെ നല്ലോണം തുടച്ചിട്ട് വേണം വെക്കാനായിട്ട്. ഓരോന്നായിട്ട് നല്ലോണം തുടയ്ക്കണം. എന്നാൽ അതിൽ ഒരു തരി വെള്ളം പാടില്ല. അപ്പോൾ പിന്നെ നമ്മുടെ ഉപ്പുമാങ്ങ പെട്ടെന്ന് തന്നെ നാശമാവും, പെട്ടെന്ന് പൂപ്പലും വരും. അത് കഴിഞ്ഞിട്ട് എല്ലാം മാങ്ങി ഇതുപോലെ ക്ലീനാക്കി തുടയ്ക്കണം. അഴുക്കും കളഞ്ഞ് വൃത്തിയിൽ മാങ്ങയുടെ ചുണയൊക്കെ കളഞ്ഞ് വൃത്തിയിൽ ഇങ്ങനെ തുടച്ച് വെക്കണം. അങ്ങനെ എല്ലാം തുടച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഉപ്പിലിടാനായിട്ട്. തലേദിവസം തന്നെ കഴുകിയാൽ മതി. അപ്പം പിന്നെ വെള്ളം തന്നെ കുറേ വാർന്നും പൊക്കോളും. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി. എല്ലാ വെള്ളം ടിഷ്യൂ പേപ്പർ കൊണ്ടോ നല്ലൊരു തുണി കൊണ്ടോ ഇങ്ങനെ തുടച്ച് വെച്ചാൽ എല്ലാം വാങ്ങോളും. അങ്ങനെ തുടച്ച് വെക്കണം. 10 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളമെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാം. ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. ഞാൻ ഇന്നലെ രാത്രി തന്നെ തിളപ്പിച്ചിട്ടു. അപ്പം അത് കഴിഞ്ഞ് നല്ലോണം ചൂടാറി അങ്ങനെ ഉപയോഗിച്ച വെള്ളമാണത്. പിന്നെ ഒരു ചില്ലിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ് കുപ്പി എടുത്തത്. അല്ലെങ്കിൽ പിന്നെ ഭരണി എടുത്താൽ നമുക്കിങ്ങനെ കാണില്ല. ഭരണിയിലാണ് സാധാരണ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ചില്ലു കുപ്പിയിലാണ് ചെയ്യണം. അപ്പം ഇതെടുത്ത് ആദ്യം നമ്മൾ കുറച്ച് ഉപ്പിടാം. അതിന് ശേഷം മാങ്ങ ഓരോന്നായിട്ടിടാം. അതിൻ്റെ മേലെ ഉപ്പിടാം. ഉപ്പ് മുന്തിയിൽ നിൽക്കണം. എന്നാലാണ് ഉപ്പാങ്ങയ്ക്ക് കുറേ കാലം കേടുകൂടാതെ ഇരിക്കുള്ളൂ. ഒരു കൊല്ലമൊക്കെ മാങ്ങ കേടുകൂടാതെ ഇരിക്കും. നമ്മൾ ആദ്യകാലത്തൊക്കെ ആൾക്കാർ മാങ്ങ ഉണ്ടാവുന്ന സമയത്ത് നല്ലോണം മാങ്ങ എടുത്തിട്ട് ഭരണിയിൽ ഉപ്പിട്ട് വെക്കും. അപ്പോൾ മാങ്ങയുടെ സീസൺ കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഉപ്പാങ്ങ എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഉപ്പാങ്ങ അച്ചാർ ഉണ്ടാക്കാം. പിന്നെ ഉപ്പാങ്ങ ജസ്റ്റ് മാങ്ങ ഒന്ന് ഉടച്ച് ചുവന്നുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചിട്ട് ഇതിൻ്റെ ഗ്രേവിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അസലായിട്ട് ചമ്മന്തി പോലെ ഉണ്ടാക്കും. ഒരു ഗ്രേവിയോടുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കും ചെയ്യാം. അത്യാവശ്യം ഉപ്പായിട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കാം. തിളപ്പിച്ചാറ് വെള്ളം വേണം ചേർക്കാനായിട്ട്. ഇതിൻ്റെ മേലെ കണ്ട് നിർത്താം മാങ്ങേരെ. എന്നിട്ട് നമുക്കിത് ഭരണി അയച്ചൊരു തുണി കൊണ്ട് ഇങ്ങനെ അടച്ചു വെക്കണം. ഇതിപ്പോൾ നമുക്ക് ഒരു പാത്രം കൊണ്ട് തന്നെ അങ്ങനെ അടച്ചു വെച്ചാൽ മതി. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പഴക്കം നോക്കിയിട്ട് എടുക്കാം. 1 മാസമൊക്കെ കഴിയുമ്പോൾ നല്ലോണം അങ്ങനെ അഴഞ്ഞുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ കേടുകൂടാതെ നമുക്ക് എടുക്കുകയും ചെയ്യാം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി
യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.